ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പാൽക്കോവയുടെ റെസിപ്പിയാണ്. വെറും 3 ഇൻഗ്രീഡിയൻസും വെച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാൽക്കോവ നമുക്ക് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക. അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 3 ഏലക്കായയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം ആക്കി വെക്കേണ്ടത് കേട്ടോ. ഇത് ആക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 കപ്പ് നെയ്യ് എടുത്തിട്ടുണ്ട് കേട്ടോ. ആ നെയ്യിൽ കുറച്ച് ഞാൻ ബട്ടറും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നീട് 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1/2 കപ്പ് നെയ്യും ബട്ടറും എടുത്തിട്ടുണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 കപ്പ് നിറയെ മൈദ ചേർത്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ നമുക്കൊരു 12-13 മിനിറ്റ് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. ആദ്യം 2 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ ഈ മിക്സ് കുറച്ച് ഡ്രൈ ആയി വരും. പിന്നീട് കുറച്ച് നേരം കഴിയും തോറും ഒരു 7-8 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ നന്നായിട്ട് തന്നെ ലൂസായിട്ട് വരും കേട്ടോ. ആ ഒരു പരുവം വരെ നമ്മൾ നന്നായിട്ട് തന്നെ റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു 13 മിനിറ്റ് ടോട്ടലാണ് എനിക്ക് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത്രയും നേരം വരെ നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ തന്നെ ഇടണം. ഒരു കാരണവശാലും കൂട്ടൊന്നും ഇടരുത് കേട്ടോ. മീഡിയം ടു ലോ ഫ്ലെയിമിൽ എപ്പോഴും നമ്മൾ കീപ്പ് ചെയ്യണം. ഇപ്പോൾ കണ്ടില്ലേ, വീഡിയോയിൽ കാണുന്നത് പോലെ നന്നായിട്ട് ലൂസായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ടൈം ആകുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് അതേ പാനിൽ നിന്ന് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. അല്ലെങ്കിൽ ആ പാനിൽ നിന്ന് ചൂടുണ്ടാവുമല്ലോ. വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നന്നായി ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് എന്തെങ്കിലും ചേർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പം നന്നായിട്ട് തന്നെ നമുക്ക് ചൂടാറി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, കുറച്ചും കൂടി നല്ല തിക്കായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച പഞ്ചസാര കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കുറേശ്ശെയായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ ശരിക്കും നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഉണ്ട ഉരുട്ടുന്ന ഒരു പാകത്തിന് നമുക്ക് കിട്ടും കേട്ടോ. എന്നിട്ട് കൈയും വെച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഒരു സ്പാറ്റില ഉപയോഗിച്ചിട്ടാണെങ്കിലും നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു പരുവത്തിന് നമുക്ക് കിട്ടണം കേട്ടോ. എന്നിട്ട് ഇതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു പാത്രത്തിൽ ബട്ടർ പേപ്പർ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്കാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ അത് കയ്യിലില്ലാത്തവരാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു സ്ക്വയറോ സർക്കിളോ ഏതെങ്കിലും ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ സെറ്റ് ആക്കിയിട്ട് ഒരു കുറഞ്ഞത് 30 മിനിറ്റ് എങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. എന്നാലാണ് നമുക്ക് നല്ല കറക്റ്റായിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 30 മിനിറ്റ് ഒക്കെ കഴിഞ്ഞു നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ പാൽക്കോവ കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ വീട്ടിലുള്ള ഒരു 3 ചേരുവകൾ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള പാൽക്കോവ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ആർക്ക് വേണമെങ്കിലും വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാം. എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ആക്കാനൊന്നും മറക്കരുത്. നമ്മുടെ വായിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അലിഞ്ഞു പോകുന്ന അതേ ടെക്സ്ചറിൽ തന്നെയാണ് നമുക്ക് കിട്ടുക കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലുള്ള പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു, ബൈ.